ഹലോ ഗൈസ്, ഞാനിന്ന് എൻ്റെ വീട്ടിലൊരു സർപ്രൈസ് വിസിറ്റ് നടത്തിയേ. പോയ സമയത്ത് അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അമ്മ വന്നപ്പോൾ എന്നെ കൊണ്ടൊന്ന് ഞെട്ടി. പോയതിൻ്റെ ഉദ്ദേശം ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു കേക്കൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവറാണ് വൈറ്റ് ഫോറസ്റ്റ്. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചേച്ചി വന്ന സമയത്ത് എന്നെ കണ്ടപ്പോൾ നല്ല രീതിയിൽ സർപ്രൈസായി. എന്നാൽ കേക്ക് കണ്ടപ്പോൾ വലിയ രീതിയിലുള്ള ഭാവവ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം എന്തൊക്കെ ആ കുട്ടി എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിയും കാശിമോനും കൂടെയാണ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാശിമോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളത് ആരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടെങ്കിലും കാശിമോൻ്റെ പേരിൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ പാടണം, അല്ലെങ്കിൽ അവിടെ ആകെ മൊത്തം ബഹളമായിരിക്കും. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ എനിക്ക് നല്ല രീതിയിൽ പോസ് ചെയ്ത് തന്നിട്ടുണ്ട്. രണ്ടുപേരും പരസ്പരം കേക്കൊക്കെ ഷെയർ ചെയ്തു. ആ കൂട്ടത്തിൽ കുറച്ച് സ്നേഹചുംബനങ്ങളും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ എനിക്ക് പോസ് ചെയ്ത് തന്നിട്ടുണ്ട്. അമ്മ വരുന്ന സമയത്ത് കുറച്ച് ചിക്കൻ റോളും പപ്സും ഐസ്ക്രീമും സിപ്പപ്പും കൂടാതെ കുറച്ച് ലോലിപ്പപ്പും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വീടിൻ്റെ ഒരു ഗുമ്മിന് വേണ്ടി ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അമ്മയും ചേച്ചിയും കൂടെ കേക്കൊക്കെ പരസ്പരം ഷെയർ ചെയ്തു. കൂട്ടത്തിൽ ഞാനും ഹെൽപ്പ് ചെയ്യാം അമ്മമ്മേ എന്നും പറഞ്ഞുകൊണ്ട് കാശിക്കുട്ടൻ എന്തൊക്കെയോ അവിടെ കാട്ടിക്കൂട്ടുന്നുണ്ട്. കുറച്ചെടുത്ത് കേക്ക് അകത്താക്കുന്നുണ്ട്. കാര്യമായിട്ടൊന്നും കഴിച്ചില്ല ഗേസ്. പെട്ടെന്ന് തന്നെ ഞാനും ചേച്ചിയും കൂടെ കേക്ക് ഷെയർ ചെയ്യുകയാണ്. കാരണം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ഞങ്ങൾക്ക് ബാക്കിയുള്ള ഐറ്റംസ് തിന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വെപ്രാളത്തിൽ ഞങ്ങൾ വേഗത്തിൽ കേക്കൊക്കെ കൊടുത്തു. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നിരത്തി വെച്ചു. ഐസ്ക്രീമും സിപ്പപ്പ് പലതരം ഫ്ലേവർ ഉണ്ടായിരുന്നു. ചിക്കു ഉണ്ടായിരുന്നു, പിന്നെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, ഓറിയോ ഉണ്ടായിരുന്നു. എത്ര തന്നെ ഐറ്റംസ് ഉണ്ടായാലും എൻ്റെ ശ്രദ്ധ കംപ്ലീറ്റ് ആ സ്ട്രോബെറിയുടെ ടിന്നിലായിരുന്നു. സ്ട്രോബെറിയുടെ ടിൻ എങ്ങനെ അകത്താക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ കൈവശപ്പെടുത്താം എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സ്ട്രോബെറിയുടെ ഐസ്ക്രീമിൽ നിന്നാണ്. സ്ട്രോബെറി കുഴപ്പമില്ലായിരുന്നു, നോർമൽ ഒരു ഐസ്ക്രീം ആയിരുന്നു. അങ്ങനെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.